ലോകത്ത് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉള്ളത് ഇന്ത്യയിലാണ്. ആ ഇന്ത്യയിലും ലോകത്തും ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് എൻ്റെ പ്രസംഗം കേട്ട് പറയുന്നത് ശരിയെന്ന് ബോധ്യപ്പെടാൻ നിങ്ങളുടെ കയ്യിൽ വിവരസാങ്കേതിക വിദ്യയുടെ ഒരു ലോകം തന്നെ പോക്കറ്റിൽ കിടക്കുന്നുണ്ട്. 75 വർഷം നിലനിന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ലീഗിനെ പോലെ വേറെ ഇല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. അവക്കൊക്കെ ക്ഷയിക്കുകയോ ക്ഷീണിക്കുകയോ എന്തെങ്കിലും മാറ്റത്തിരുത്തലുകൾ ഉണ്ടാവുകയോ പ്രയാസം അനുഭവിക്കുകയോ ചെയ്തിട്ടുണ്ട്. അത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തെ എടുത്ത് പരിശോധിച്ചാലും 75 വർഷം നാട്ടിൽ പ്രവർത്തിച്ച എല്ലാ പാർട്ടിക്കും ക്ഷീണം ഉണ്ടായിട്ടുണ്ട്. അത് ചില പാർട്ടികളൊന്നും തീരെ ഇപ്പോൾ ജീവനോടെ തന്നെ ഇല്ല. എല്ലാ പാർട്ടികളും നിങ്ങൾ എടുത്തോളൂ, രൂപീകരണത്തിൻ്റെ സന്ദർഭത്തിൽ നിന്ന് ഇത്രയും വർഷം പോന്നപ്പോൾ അതിനൊക്കെ എന്തോ സംഭവിച്ചു. പക്ഷെ ലീഗിന് രൂപീകരിക്കുന്നതിനേക്കാളും മികച്ച രീതിയിൽ ഇപ്പോഴും ഒരു ചെറുപ്പത്തിൻ്റെ പ്രസരിപ്പോടുകൂടി ലീഗ് ഇന്ത്യയിൽ നിലനിൽക്കുന്നു. ഇനി അതിൻ്റെ ഒരു കാരണമുണ്ട്. നമ്മൾ സത്യം മാത്രമാണ് പറഞ്ഞത്. വിശുദ്ധി പോലും നാണിക്കുന്ന വിശുദ്ധിയുടെ ഉടമസ്ഥരാണ് ഈ പ്രസ്ഥാനത്തിന് എല്ലാ കാലഘട്ടത്തിലും നേതൃത്വം കൊടുത്തത്. അവർക്ക് നാളെ ഞങ്ങൾ എന്തെങ്കിലും ആയിത്തീരണം എന്ന ചിന്ത ഒരു ഘട്ടത്തിലും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, ഇപ്പോൾ ഞങ്ങൾ പാർക്കുന്ന ജീവിക്കുന്ന ഈ ലോകത്തിൻ്റെ അപ്പുറത്തേക്ക് ഇതിലും പ്രൗഢിയുള്ള വേറെ ഒരു ലോകമുണ്ട് എന്ന് കൂടെ ജീവിക്കുന്നവർക്ക് തോന്നുന്ന വിധമാണ് അവർ ജീവിച്ചത്. അവരുടെ കൂടെ ജീവിക്കുമ്പോൾ, അവരുടെ കൂടെ പ്രവർത്തിക്കുമ്പോൾ, അവരുടെ ചരിത്രം വായിക്കുമ്പോൾ ഇതിലും മികച്ച ഒരു ലോകമുണ്ടെന്നും ഇതിലും മികച്ച ഒരു ജീവിതം വരാനുണ്ടെന്നും കൂടെയുള്ളവർക്ക് ബോധ്യമാകുന്ന വിധമാണ് അവർ ജീവിച്ചത്. പിന്നെ ലീഗിൻ്റെ കർമ്മം, ലീഗിൻ്റെ പ്രവൃത്തി, ആ പ്രവൃത്തിയാണ് ഇത്രയും വർഷം മുസ്ലിം ലീഗിനെ നിലനിർത്താൻ കാരണം. ലീഗ് കുറെ സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. യൂത്ത് ലീഗിൻ്റെ ഒരു ഭാരവാഹി എന്ന നിലക്ക് പുതിയ കാലത്ത് ചെറുപ്പക്കാർ പലരും ഞങ്ങളോടൊക്കെ സോഷ്യൽ മീഡിയയിൽ ചോദിക്കുന്നുണ്ട്, ഇതൊരു ചാരിറ്റി പ്രസ്ഥാനമാണോ എന്ന്. ചാരിറ്റി പ്രസ്ഥാനമാണോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. അത് ലീഗിൻ്റെ ബാധ്യതയാണ്, അത് ലീഗിൻ്റെ കടമയാണ്. അത് നിർവഹിക്കപ്പെടേണ്ടത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം വളരെ ഭംഗിയായിട്ട് നമ്മൾ നിർവഹിക്കുന്നു. അത് ഇതിൻ്റെ ഭാഗമാണ്. ഇപ്പൊ അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ ചെല്ലിയ സഹാദത്തിൻ്റെ അനുബന്ധമായിട്ട് നാം നമ്മുടെ ജീവിതത്തിൽ പുലർത്തിപ്പോരേണ്ട ഒരുപാട് നന്മകളിൽ ഒന്നാണ്. ഇപ്പം നിങ്ങളുടെ അയൽവാസിക്ക് വീടില്ല, അദ്ദേഹം ലോഡ്ജിലോ വാടക വീട്ടിലോ ഒക്കെയാണ് പാർക്കുന്നത്. അത് നിങ്ങളെ ഒരിക്കലും ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല. അത് നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണോ? അയൽവാസി വാടക വീട്ടിലോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തോ എവിടെ പാർത്താലും അത് നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല ഈ സാമൂഹിക ജീവിതത്തിൽ. പക്ഷേ അത് നിങ്ങളുടെ വിശ്വാസത്തെ ബാധിക്കും. നിങ്ങൾ നല്ല വീട്ടിൽ താമസിക്കുകയും അയൽവാസി വളരെ ഒരു കൊച്ചു കൂരയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ വിശ്വാസത്തെ ബാധിക്കും. എല്ലാ ദിവസവും വൈകുന്നേരം രാത്രി കുടിക്കുന്ന ഒരു ഗുളിക വാങ്ങാൻ പണമില്ലാതെ നിങ്ങളുടെ തൊട്ടടുത്ത് പാർക്കുന്ന ഒരാൾ നിങ്ങളെ സമീപിച്ചാൽ, നിങ്ങളുടെ കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഗുളിക വാങ്ങാനുള്ള പണം കൊടുക്കണമെന്നൊരു നിയമമൊന്നും ഈ രാജ്യത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം, വേണ്ടെങ്കിൽ കൊടുക്കണ്ട. പക്ഷെ നിങ്ങൾ പണം കൊടുത്തില്ല, ചോദിച്ചവരാരും പണം കൊടുത്തില്ല, അദ്ദേഹം ദുഃഖിതനായിട്ട് വീട്ടിലേക്ക് പോയി അന്ന് ഗുളിക കഴിക്കാതെ അദ്ദേഹം കിടന്നുറങ്ങിയാൽ അത് നിങ്ങളെ വിശ്വാസത്തെ ബാധിക്കുന്ന കാര്യമാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് വിശുദ്ധി പോലും നാണിക്കുന്ന വിശുദ്ധിയുടെ ഉടമസ്ഥരായ നമ്മുടെ നേതാക്കൾ സേവനം ലീഗിൻ്റെ വഴിയാണെന്ന് കണ്ടെത്തിയത്. മുസ്ലിം ലീഗിൻ്റെ ആദ്യത്തെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സീതി സാഹിബാണ്. ആ സീതി സാഹിബ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആകുമ്പോൾ ലീഗിന് ഇത്ര വലുപ്പമില്ല.
ലീഗിന് ഇത്ര പഞ്ചായത്ത് മെമ്പർമാരില്ല, ലീഗിന് ഇത്ര MLA-മാരില്ല, ഒക്കെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയുമില്ല. പക്ഷേ സംസ്ഥാന ജനറൽ സെക്രട്ടറി പദം ഏറ്റെടുത്ത സീതി സാഹിബ് എല്ലാ കീ ഘടകങ്ങൾക്കും, ഇത്രമാത്രം കമ്മിറ്റികൾ നമുക്കില്ല, വാർഡ് കമ്മിറ്റി ഇല്ല, താലൂക്ക് കമ്മിറ്റി, അങ്ങനെ കുറച്ച് പല ഭാഗത്തായിട്ട് ഇങ്ങനെ കുറെ ഒരു കോർഡിനേഷൻ രൂപം അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സിസ്റ്റം കൈവന്നിട്ടില്ല. നാട്ടിലെ പല ഭാഗത്തും പല മനുഷ്യർക്കും പച്ചക്കൊടി കണ്ണിന് പറ്റാത്ത കാലം, കുറെ പാവപ്പെട്ട മനുഷ്യർ അംഗത്വമെടുത്ത ഒരു പ്രസ്ഥാനം, മുതലാളിമാർ മുഴുവൻ ഒരു ഭാഗത്തു നിന്ന് ലീഗിനെ പ്രതിരോധിച്ച ഒരു വല്ലാത്ത കാലം, അധികാരം ഇല്ലെന്ന് മാത്രമല്ല അധികാരത്തിൽ വരുമെന്ന പ്രതീക്ഷ പോലും ഇല്ലാത്ത ഒരു സന്ദർഭം. ആ സന്ദർഭത്തിലാണ് സീതി സാഹിബ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആകുന്നത്. പക്ഷെ അദ്ദേഹം എല്ലാ കീഴ്ഘടകങ്ങൾക്കും ഒരു കത്തയച്ചു. ആദ്യത്തെ കത്താണത്. പാർട്ടിയുടെ ആദ്യത്തെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആദ്യമായി പാർട്ടിക്ക് കത്തെഴുതുകയാണ്. എന്താണ് ആ കത്തിൽ എഴുതേണ്ടത്? ഏത് പാർട്ടി സാഹചര്യം എടുത്ത് നിങ്ങൾ പരിശോധിച്ചാലും ആ കത്തിൽ എഴുതേണ്ടത്, ഈ പ്രദേശത്ത് നമ്മുടെ ഇപ്പം നിങ്ങളുടെ ഈ ഗ്രാമത്തിലേക്കാണ് ആ കത്ത് വരുന്നതെങ്കിൽ ഇവിടെ ഒരു ഓഫീസ് വേണം, ഇവിടെ പാർട്ടിക്ക് കൊടിമരം വേണം, ഇവിടെ പാർട്ടിയുടെ ഒരു കമ്മിറ്റി വേണം, നിങ്ങൾ ഈ പാർട്ടി എന്തെന്ന് വിശദീകരിക്കാൻ ഒരു സമ്മേളനം നടത്തണം. ഇതൊക്കെയാണല്ലോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എഴുതേണ്ട കത്ത്. പക്ഷെ ഞാൻ ആ കത്തിലെ ആദ്യത്തെ വാക്ക് നിങ്ങളോട് വായിച്ച് കേൾപ്പിക്കാം. ആ കത്തിൽ ആദ്യമായിട്ട് സീതി സാഹിബ് പറയുന്നത്, എൻ്റെ ഈ ലെറ്റർ കയ്യിൽ കിട്ടിയാൽ നിങ്ങൾ പറ്റാവുന്ന ആളുകളുടെ ഒരു യോഗം വിളിച്ചു ചേർക്കണം. ആ യോഗത്തിൽ നിങ്ങൾ ഒരു ഗൃഹസമ്പർക്ക പരിപാടി പ്ലാൻ ചെയ്യണം. നിങ്ങളുടെ മഹല്ലിലെ എല്ലാ വീടുകളിലും നിങ്ങൾ സന്ദർശിക്കണം. എന്നിട്ട് അവിടെ പഠിക്കാൻ പോകാൻ പ്രായമായ കുട്ടികളുണ്ടോ എന്ന് നിങ്ങൾ കണ്ടെത്തണം. അവരോട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകാൻ നിങ്ങൾ ആഹ്വാനം ചെയ്യണം. പഠിക്കാൻ പോവാൻ ആഗ്രഹമുണ്ടായിട്ടും സാമ്പത്തികമാണ് തടസ്സമെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി സ്കോളർഷിപ്പ് കൊടുത്ത് നിങ്ങൾ അവരെ പഠിപ്പിക്കണം എന്നാണ് ആ കത്തിലെ ആദ്യത്തെ വാചകം. അപ്പൊ ആദ്യമായിട്ട് ഈ നാട്ടുകാരെ വീടുകളിലേക്ക് പറഞ്ഞയച്ചത് കോണിക്ക് വോട്ട് ചോദിക്കാനല്ല. ആദ്യത്തെ ഗൃഹസമ്പർക്ക പരിപാടി എന്തെങ്കിലും സഹായം നിങ്ങൾക്ക് വേണോ എന്ന് നാട്ടുകാരോട് ചോദിക്കാനാണ്. പ്രിയപ്പെട്ട നമ്മുടെ നേതാവ് നജീബ് കാന്തപുരം MLA നമ്മുടെ ഈ പരിപാടിയിലേക്ക് വരുന്നു. ഇതിൻ്റെ സംഘാടകർക്ക് വേണ്ടി ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞത്, ആദ്യത്തെ സന്ദർശനം തന്നെ നിങ്ങൾ വിചാരിക്കും ലീഗേര് വീട്ടിൽ ചെന്നത് കോണിക്കോട്ട് ചോദിക്കാനല്ലായിരുന്നു, എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാനായിരുന്നു. അതാണ് മുസ്ലിം ലീഗിന്റെ സേവനാത്മകമായ മനസ്സ്. മറ്റൊന്ന്, ഇവിടെ എല്ലാവരും പറഞ്ഞല്ലോ, ഉലമാക്കളും ഉമറാക്കളും ലോകത്തെല്ലാ സ്ഥലത്തും ഉണ്ട്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഒരുപാട് ഉലമാക്കളുണ്ട്, ഉമറാക്കളുണ്ട്. ഉലമാക്കളെ വഹിക്കും, ഉമറാക്കളെ വഹിക്കുക പോയത്. അതുകൊണ്ടാണ് ഇപ്പൊ അവിടുത്തെ വലിയ പ്രതിസന്ധി. എന്നാൽ കേരളത്തിലെ ഉലമാക്കളെയും ഉമറാക്കളെയും ബന്ധിപ്പിക്കുന്ന കണ്ണിയായി മുസ്ലിം ലീഗ് പ്രവർത്തിച്ചു. മുസ്ലിം ലീഗ് ഉണ്ടാകുമ്പോൾ, മുസ്ലിം ലീഗ് ഇവിടെ പ്രവർത്തനം തുടങ്ങുമ്പോൾ സയ്യിദ് അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങൾ ലീഗിൽ അംഗത്വം. ഒരു തെരഞ്ഞെടുപ്പിൽ സീതി സാഹിബും കൂട്ടരും മുസ്ലിം ലീഗിനു വേണ്ടി മത്സരിക്കുമ്പോൾ ബാഫക്കി തങ്ങൾ അപ്പുറത്തെ ഭാഗത്ത് എതിർ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ തങ്ങളെ മുസ്ലിം ലീഗിൽ എത്തിച്ച് തനിക്ക് മുകളിലുള്ള പദവിയിൽ ഇരുത്തുകയാണ് സീതി സാഹിബ് ചെയ്തത്. എന്നിട്ട് പിന്നീട് ഇവരെല്ലാവരും കൂടി കൂട്ടായിട്ട് നടത്തിയിട്ടുള്ള ഒരു വലിയ പ്രയത്നമുണ്ട്. ഞാൻ ചെറുപ്പക്കാരൻ്റെ സംസാരം കേൾക്കുന്നുണ്ടല്ലോ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുന്ന ഒരു ഫോട്ടോ, ഒരു ചിത്രം നിങ്ങൾക്ക് ഇപ്പോഴും ഗൂഗിളിൽ കിട്ടും. അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ CH മുഹമ്മദ് കോയ സാഹിബാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുന്നത്. പക്ഷെ ആ ശിലാസ്ഥാപന ചടങ്ങിന്റെ ചിത്രം
സാധിക്കുമെങ്കിൽ കാണാത്തവർ ഇന്നൊന്ന് ഇന്റർനെറ്റിൽ പരതിയെടുത്തിട്ട് പിന്നെയും അതിലേക്കൊന്ന് നോക്കണം. വർഷങ്ങൾക്ക് മുമ്പ് ഈ തേഞ്ഞിപ്പലത്തെ മൊട്ടപ്പാറക്കുന്നിൽ ആളുകൾ രാത്രിയായാൽ മഗ്‌രിബായാൽ അതിൻ്റെ തൊട്ടടുത്ത് കൂടി പോകാൻ പോലും ഭയപ്പെട്ട ഒരു കാട്ടും പ്രദേശത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നൊരു മഹാസംവിധാനത്തിന് തറക്കല്ലിടുമ്പോൾ ആരാണ് അവിടെ ചെന്ന് നിൽക്കേണ്ടത്? സോട്ടും കൂട്ടും ധരിച്ച ഉദ്യോഗസ്ഥന്മാർ. ഒരു യൂണിവേഴ്സിറ്റിയുടെ തറക്കല്ലിടലല്ലേ? പക്ഷേ കഞ്ഞിപ്രാക്ക് ബനിയനും കള്ളിമുണ്ടും അരപ്പട്ടയും തലേക്കെട്ടും കെട്ടിയ നാടൻ മനുഷ്യരാണ് ചുറ്റുഭാഗത്തു നിൽക്കുന്നത്. ഇങ്ങനെ ഒരു ചിത്രം ലോകത്തെവിടെയും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അതിൻ്റെ അർത്ഥം എഴുതാനും വായിക്കാനും അറിയാത്ത ഒരു കൂട്ടം മനുഷ്യരെ സാക്ഷിയാക്കി ഏതെങ്കിലും ഒരു ഭരണാധികാരികൾക്ക് ഒരു സർവകലാശാലക്ക് തറക്കല്ലിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കാണ്. ഞാനത് പറയാനുള്ള കാരണം, ആ തറക്കല്ലിടുമ്പോൾ ഒരു മനുഷ്യൻ CHന്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നുണ്ട്. കോട്ട് ധരിച്ച, നീളം കുപ്പായം ധരിച്ച, കയ്യിലൊരു തസ്ബീഹ് മാല കരുതിയ മഹാനായ സയ്യിദ് അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങൾ. ആ ബാഫക്കി തങ്ങൾ പഞ്ചായത്ത് മെമ്പറോ നിയമസഭാ സാമാജികനോ ഒന്നും ആയിരുന്നില്ല. അങ്ങനെ അധികാരത്തിന്റെ ഒരു മേൽവിലാസവും അന്ന് തങ്ങൾക്കുണ്ടായിരുന്നില്ല. പക്ഷേ യൂണിവേഴ്സിറ്റിക്ക് തറക്കല്ലിടുമ്പോൾ തങ്ങൾ കൂടെ നിൽക്കുന്നുണ്ട്. കാരണം ആ യൂണിവേഴ്സിറ്റിക്ക് സർക്കാർ നിശ്ചയിച്ച ഭൂമി മനുഷ്യന്മാരുടെ കയ്യിൽ നിന്ന് ദാനമായിട്ട് വാങ്ങിയതാണ്. ഇവിടെ പള്ളി എടുക്കാനും മദ്രസ എടുക്കാനും ഒക്കെ നമ്മുടെ പഴയ ആൾക്കാർ ഭൂമി ദാനം ചെയ്യുന്നത് പോലെ ഈ നാട്ടുകാർ ഈ ബാഫക്കി തങ്ങൾ പറഞ്ഞപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് വെറുതെ ഭൂമി കൊടുത്തു. ആ യൂണിവേഴ്സിറ്റിയുടെ തറക്കല്ലിടുന്ന ചടങ്ങിൽ ബാഫക്കി തങ്ങൾ ഉണ്ടായിരുന്നു. ഇതേ ബാഫക്കി തങ്ങൾ തന്നെയാണ് മദ്രസ പ്രസ്ഥാനത്തിനും രൂപം നൽകിയത്. ഇതേ ബാഫക്കി തങ്ങൾ തന്നെയാണ് വിദ്യാഭ്യാസ ബോർഡും ഉണ്ടാക്കിയത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിന്റെ അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് സ്ഥലം കണ്ടെത്താൻ ആ തങ്ങൾ ശ്രമിക്കുന്നു. അതിന്റെ തറക്കല്ലിടൽ ചടങ്ങിൽ ആ തങ്ങൾ പങ്കെടുക്കുന്നു. അതേ തങ്ങൾ ഇപ്പുറത്ത് നമ്മുടെ കുട്ടികളെ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പ്രവാചകചര്യയും ഇസ്ലാമിന്റെ നിയമങ്ങളും ഇസ്ലാമിന്റെ പഞ്ചകർമ്മങ്ങളും പഠിപ്പിക്കാൻ, അവരെ നേരായ വഴിയിൽ നടത്താൻ ലോകത്തിന് മാതൃകയായ സമാനതകളില്ലാത്ത മദ്രസ സമ്പ്രദായം രൂപപ്പെടുത്തിയെടുക്കുന്നു. അതിനുവേണ്ടി സ്പെഷ്യൽ ബോർഡ് രൂപീകരിക്കുന്നു. എത്ര വലിയ സിസ്റ്റമാണ്, എത്ര വലിയ സംവിധാനമാണ്. ഞാനിങ്ങനെ പല ഘട്ടത്തിൽ പോലും ആലോചിക്കും. SSLC പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പ്രിന്റിങ് തുടങ്ങുമ്പോൾ തൊട്ട് അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ് പോലീസ്. കാരണം അത് ചോർന്നു പോകാൻ പാടില്ല. എന്നിട്ടും ചോർന്ന വിവാദങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. പക്ഷെ ബാഫക്കി തങ്ങൾ ഉണ്ടാക്കിയ വിദ്യാഭ്യാസ ബോർഡ് 5ാം ക്ലാസ്സിൽ പൊതുപരീക്ഷയുണ്ട്, 7ാം ക്ലാസ്സിൽ പൊതുപരീക്ഷയുണ്ട്, 10ാം ക്ലാസ്സിൽ പൊതുപരീക്ഷയുണ്ട്, 12ാം ക്ലാസ്സിൽ പൊതുപരീക്ഷയുണ്ട്. അതിന്റെ വളർച്ച നോക്കണം. ഒരു ചോദ്യപേപ്പറും ഇന്നേ വരെ ചോർന്നിട്ടുമില്ല, മൂല്യനിർണയം മുടങ്ങിയിട്ടുമില്ല, ഒരു അധ്യാപകനും പഠിപ്പ് മുടക്കിയിട്ടുമില്ല. ഒരു മദ്രസയും സത്യം പറഞ്ഞാൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നില്ല. ആരംഭം കുറിച്ച മനുഷ്യരുടെ നിയ്യത്ത് പ്രധാനമാണ്. പക്ഷെ ആ നിയ്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് അവർ രണ്ടും നിർവഹിച്ചത്. അത് രണ്ടും നിർവഹിച്ചപ്പോഴപ്പോഴാണ് മാറ്റങ്ങൾ ഉണ്ടായത്. ആ സത്യം നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ 70 കൊല്ലമായി, ഇത്രയും വർഷമായി കേരളത്തിലെ മുസ്ലിങ്ങൾ ആർജിച്ചെടുത്തിരിക്കുന്ന രാഷ്ട്രീയമായും സാമൂഹികപരമായും വിദ്യാഭ്യാസപരമായുമുള്ള അധികാരങ്ങളെയും സംവിധാനങ്ങളെയും അവരുടെ ഐക്യത്തെയും തകർക്കാൻ ഒരു ഗൂഢനീക്കം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. പാണക്കാട് തങ്ങന്മാർ എല്ലാ കാലഘട്ടത്തിലും കല്ലേറിന് വിധേയരായിട്ടുണ്ട്. അത് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ആരും വിമർശിക്കാത്ത, ആരും ആക്രമിക്കാത്ത അവരാണ് പാണക്കാട് തങ്ങന്മാരെന്നും നിങ്ങൾ ആരും കരുതണ്ട. പാണക്കാട്ടെ PMSA പൂക്കോയ തങ്ങൾ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങിയ എതിർപ്പുകൾക്കും സ്വഭാവഹത്യകൾക്കും കയ്യും കണക്കുമില്ല. ഈ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എത്ര വലിയ വിമർശനങ്ങളെ അതിജീവിച്ചു. കാരണം ഈ ഉമ്മത്തിന്റെ, സമുദായത്തിന്റെ, സമൂഹത്തിന്റെ മുന്നിൽ നിൽക്കുന്നവരെന്ന നിലയിൽ അവരെ കാലങ്ങളായിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ കാലം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? സ്വാത്വികനായ മനുഷ്യനെ എത്രമേൽ
വാക്കുകൊണ്ട് ആക്രമിക്കപ്പെട്ടു. എന്തെല്ലാം പ്രശ്നങ്ങൾ, പ്രസ്താവനകൾ, എഴുത്തുകൾ പാണക്കാട്ടത്തങ്ങന്മാർക്കെതിരെ അന്ന് വന്നു. അതിൻ്റെ ഒരു പുതിയ രൂപം സോഷ്യൽ മീഡിയയുടെ പുതിയ കാലത്ത്, വാർത്തകൾ അത് സംഭവിക്കുമ്പോൾ തന്നെ വൈറലാകുന്ന പുതിയ കാലത്ത്. പണ്ടത്തെ വാർത്തക്ക് 24 മണിക്കൂറിൻ്റെ ആയുസ്സെങ്കിലും ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ പത്രം വന്നിട്ട് പിന്നെ അത് വാർത്ത മറിയണം എന്നുണ്ടെങ്കിൽ പിറ്റേന്ന് നേരം വെളുക്കുമ്പോഴെങ്കിലും കാത്തു നിൽക്കണം. എന്നാൽ ഇപ്പോൾ സംഭവിക്കുന്നു, ഇപ്പം തന്നെ വൈറലാകുന്നു. വൈറലാകുമോ വൈറലാകൂലേ എന്ന് മുൻകൂട്ടി നോക്കിയിട്ട് ഡെസ്കിൽ ഇരുന്ന് ഡിസ്കസ് ചെയ്തിട്ട് വാർത്തകളെ മീഡിയകൾ സ്വയം ക്രിയേറ്റ് ചെയ്യുന്നു. കാരണം 100 കണക്കിന് ചാനലുകൾ 24 മണിക്കൂറും രാവും പകലും എന്ന പോലെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇവൻ വാർത്താ ചാനലുമാണ്, സാധനം കിട്ടണ്ടേ? അപ്പൊ അതുകൊണ്ട് എന്തും വാർത്തയാണ്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലും പക്ഷേ ഒരു ഗരിമ പോലെ ആ തൊപ്പിയും തലയിൽ വെച്ച് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇപ്പോഴും പ്രതിഭാശാലിയായി, ഉരുക്കു മനുഷ്യനായി ഇവിടെ നിലകൊള്ളുന്നുവെന്നതാണ് നമുക്ക് പറയാൻ. അതല്ലാതെ പുതിയ സംഗതികളല്ല. പക്ഷെ ഇത് ഏതാണ് കാലം? വിശ്വാസികൾ കരുതാണ് വിശ്വാസമില്ലാത്തവർ ഞങ്ങളെ സംരക്ഷിക്കും എന്ന്. വിശ്വാസികൾ അങ്ങനെ കരുതാണ് വിശ്വാസമില്ലാത്തവരുടെ സംരക്ഷണം ഞങ്ങൾക്കുണ്ടാകുമെന്ന്. വിശ്വാസമില്ലാത്തവർ വിചാരിക്കുകയാണ് വിശ്വാസികളുടെ പിൻബലത്തിൽ ഞങ്ങൾക്ക് പിന്നെയും പിന്നെയും രാഷ്ട്രീയ ശക്തിയാവാം എന്ന്. അങ്ങനെയുള്ളൊരു കാലാണിത്. നിരീശ്വര നിർമ്മിതമായിട്ടുള്ള പ്രസ്ഥാനങ്ങൾ, അങ്ങനെ തന്നെ അണികളെ പറഞ്ഞ് പഠിപ്പിച്ച പ്രസ്ഥാനങ്ങൾ ഇവിടുത്തെ വിശ്വാസി സമൂഹത്തിന്റെ പിൻബലത്തിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയ കരുത്താർജിക്കാം എന്ന് കരുതുന്നു, വിശ്വസിക്കുന്നു. വിശ്വാസികളോ അവർ ഞങ്ങളെ സംരക്ഷിക്കാതിരിക്കില്ല എന്നും വിശ്വസിക്കുന്നു. എന്നാൽ സത്യസന്ധതയുടെ നേർരൂപങ്ങളെ നേരെ കല്ലെറിയാൻ ഇവിടെ ശ്രമിക്കുന്നു. അങ്ങനെയുള്ള ഒരു കാലമാണ്. ഈ കാലത്തും ഇങ്ങനെ പ്രതാപമായി നിൽക്കാൻ കഴിഞ്ഞത് ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അചഞ്ചലമായ കരുത്താണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അത് ചെറിയ കാര്യമല്ല. അതുകൊണ്ട് ഈ പാരമ്പര്യത്തെ, ഈ പൈതൃകത്തെ കാത്തു സൂക്ഷിച്ച് സംരക്ഷിച്ചവരെ ഞാൻ പറയുന്നത്, ഇവിടെ നജീബ് സാഹിബ് ഇരിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം എൻ്റെ മനസ്സിൽ തോന്നിയത് ഒരു ആശങ്ക പോലെ പറയുന്നു. മുസ്ലിം സമുദായത്തിൻ്റെ നേരിട്ടുള്ള അധികാര പങ്കാളിത്തം ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരു സമുദായം, ആ സമുദായം ഏതാ നോക്കണം. ആ സമുദായത്തിന്റെ നേതാക്കൾ ആദ്യം പഠിപ്പിച്ചത് അയൽവാസിയായ ഹിന്ദുവിനോടും നീ മാന്യമായിട്ട് പെരുമാറണം, നീ മാന്യമായിട്ട് പെരുമാറണം. എങ്ങനെയാണ് ബഹുഭൂരിപക്ഷം വരുന്ന ഇവിടുത്തെ ഇതര സമൂഹങ്ങളോട് നീ സമാധാനത്തിലും ശാന്തിയിലും ഐക്യത്തിലും ജീവിക്കേണ്ടതെന്ന് അവരെ പഠിപ്പിച്ച് ഈ ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കാൻ അവരെ പ്രാപ്തമാക്കി. നിങ്ങൾ രണ്ടാളും പരസ്പരം കണ്ടുമുട്ടിയാൽ, നിങ്ങൾ രണ്ടാളും മുസ്ലിങ്ങളാണെങ്കിലും, നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നത് മൂന്നാമതൊരാൾ കേൾക്കുന്നില്ലെങ്കിലും വർഗീയത പറയരുതെന്നൊരു നയം സ്വന്തം അനുയായികളെ പഠിപ്പിച്ച ഒരു ജനതയെ വളർത്തിക്കൊണ്ടുവന്ന് ആ ജനതയെ അധികാരത്തിൽ പങ്കാളിത്തമുള്ളവരാക്കി മന്ത്രിയും MLA യുമാക്കി മാറ്റുമ്പോൾ, അങ്ങനെ ഒരു അവസ്ഥ കേരളത്തിൽ മാത്രം നിലനിൽക്കുമ്പോൾ അത് അങ്ങനെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കും. അത് മറ്റാരെയും പിടിച്ചിട്ടൊന്നുമല്ല, അതിൻ്റെ ഒക്കെ ടൂൾ നമുക്കകത്തുള്ളവർ തന്നെയാണ്. ഇതിനൊക്കെ ഒരു ഏണിപ്പിടി വേണം, ഇതിനൊക്കെ ഒരു വടി വേണം, ഇതിനൊക്കെ ഒരു ചുറ്റിക വേണം, ഇതിനൊക്കെ മുറുക്കാൻ ടൂൾസും അയക്കാനുള്ള സാധനമൊക്കെ നമ്മുടെ കയ്യിൽ വേണം. അതൊക്കെ നമ്മുടെ ഭാഗത്തുള്ളവർ തന്നെയാണ്. പക്ഷേ വലിയ വിലയാണ് നൽകേണ്ടി വരിക, വലിയ വിലയാണ് നൽകേണ്ടി വരിക. നമ്മൾ ഉണ്ടാക്കിയത് മുഴുവൻ അത്ഭുതങ്ങളാണ്. നോക്കൂ, മുസ്ലിങ്ങൾ ഇന്ത്യയിൽ ന്യൂനപക്ഷമാണ്, കേരളത്തിൽ ന്യൂനപക്ഷമാണ്. നമ്മുടെ മദ്രസ പ്രസ്ഥാനത്തിൻ്റെ മാതൃക ലോകത്ത് കോപ്പിയടിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഉണ്ടാക്കിയതാണ്. 4ാം ക്ലാസ് വരെ പഠിച്ച ഒരു മനുഷ്യൻ ഒരു കോളേജ് ഉണ്ടാക്കിയിട്ടുണ്ട് കേരളത്തിൽ. അതാണ് തിരൂരങ്ങാടിയിലെ PSMO കോളേജ്. MK ഹാജി എന്ന് പറയുന്ന വന്ധ്യവയോധികനായ മനുഷ്യന്റെ വിദ്യാഭ്യാസ യോഗ്യത 4ാം ക്ലാസ്സാണ്. മരണം വരെ ആ കോളേജിന്റെ മാനേജറായിരുന്നു MK ഹാജി. അദ്ദേഹമാണ് കേരളത്തിലെ 2ാമത്തെ യത്തീംഖാന ഉണ്ടാക്കിയത്. സീതി സാഹിബും CH ബാഫക്കിത്തങ്ങളും
KM മൗലവിയുമായിരുന്നു ആ മനുഷ്യന്റെ മനക്കരുത്ത്. അത് മാത്രമല്ല, യത്തീംഖാന എന്ന ഒരു മുൻ മാതൃക നമ്മുടെ മുന്നിലില്ലാത്ത ഒരു കാലത്ത് ഈ യത്തീം കുട്ടികൾക്കൊക്കെ ഒരുമിച്ച് ജീവിക്കാനും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനും ഒരുമിച്ച് വിദ്യാഭ്യാസം നേടാനും ഒരു സംവിധാനം എന്നത് ഈ മനുഷ്യന്റെ മനോമുഖരങ്ങളിൽ തെളിയുന്നു. എനിക്കും നിങ്ങൾക്കും MPhil ഉണ്ട്, MCom ഉണ്ട്, MEd ഉണ്ട്, BEd ഉണ്ട്, ഡോക്ടറാണ്, എഞ്ചിനീയറാണ്, അധ്യാപകനാണ്, അഭിഭാഷകനാണ്, എന്തൊക്കെയോ ആണ്. പക്ഷെ ഒരു നഴ്സറി സ്കൂൾ ഉണ്ടാക്കാനുള്ള ആവത് പോലും നഷ്ടപ്പെട്ട് നമ്മൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് 4ാം ക്ലാസ് കൊണ്ട് വിദ്യാഭ്യാസത്തെ തൃപ്തിപ്പെടേണ്ടി വന്ന ഒരു മനുഷ്യൻ ഏക്കറക്കണക്കിന് ഭൂമിയിൽ തിരൂരങ്ങാടിയിൽ സൗദാബാദിന്റെ മുറ്റത്ത് PSMO കോളേജിന് അസ്ഥിവാരം പണിതത്. അത് ചെറിയ കാര്യമല്ല. എന്റെ നേരെ കല്ലെറിഞ്ഞു, സർ സയ്യിദിന്റെ നേരെ കല്ലെറിഞ്ഞു ശത്രുക്കൾ. ആ കല്ല് കുനിഞ്ഞു നിന്നെടുത്ത് അതിൽ നിന്നൊരു കല്ല് തന്നെ എറിഞ്ഞ കല്ല് കുനിഞ്ഞെടുത്തിട്ട് ആ കല്ല് ഉയർത്തിപ്പിടിച്ചിട്ട് സർ സയ്യിദ് പറഞ്ഞു, ഈ കല്ല് കൊണ്ട് ഞാൻ മുസ്ലിം സമുദായത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിയുടെ അസ്ഥിവാരം പണിയും എന്ന്. അതിന് സമാനമായിട്ടുള്ള ഒരു മാതൃകയാണ് ഇവിടെ തീർക്കപ്പെട്ടത്. അപ്പൊ ഒരു പിതാവ്, ഞാൻ പറയുന്നത് MK ഹാജിയുടെ ചരിത്രം, CH 57 വയസ്സുള്ളപ്പോഴാണ് CH മുഹമ്മദ് കോയ, 56 വയസ്സുള്ളപ്പോഴാണ് CH മുഹമ്മദ് കോയ സാഹിബ് മരിച്ചു പോണത്. ചെറുപ്പാണത്. പക്ഷെ ആ ജീവിതം മുഴുവൻ നിങ്ങൾ എടുത്തു നോക്കൂ. ആ ജീവിതം മുഴുവൻ നിങ്ങൾ എടുത്തു നോക്കൂ. ഒരു സെക്കൻഡ് പാഴാക്കിയിട്ടില്ല. ഒരു സെക്കൻഡ് പാഴാക്കിയിട്ടില്ല. ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1951-ലോ 52-ലോ കേരളം ഉണ്ടായിട്ടില്ല. മദ്രാസ് അസംബ്ലിയാണ്. നമ്മൾ മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമാണ്. അന്ന് അവിടുത്തെ അസംബ്ലിയിൽ നിയമസഭാ സാമാജികനാണ് സീതി സാഹിബ്. അവിടെ എണീറ്റ് നിന്നിട്ട് സീതി സാഹിബ് അന്ന് ഭരിക്കുന്ന ആൾക്കാരോടൊരു അപേക്ഷ നടത്തുന്നുണ്ട് നിയമസഭക്കകത്ത്. ഇത്രയേ ഉള്ളൂ, തെറ്റിപ്പോകും നിങ്ങൾ. എൻ്റെ നാടായ മലബാറിൽ ഞങ്ങൾക്ക് ഒരു എയർപോർട്ട് അനുവദിക്കണം എന്നായിരുന്നു. എപ്പോഴാണ് പറയണമെന്നറിയോ? 1950. നാട് പട്ടിണിയിലാണ്. കൂടുതുണിക്ക് മറുതുണിയില്ല. ഞങ്ങൾക്ക് 2 ചാക്ക് അരി വേണമെന്ന് ആവശ്യപ്പെട്ടാൽ കുറച്ച് മനുഷ്യന്മാരുടെ വിശപ്പ് മാറ്റാൻ പറ്റുന്ന കാലത്താണ് പറയുന്നത് ഞങ്ങൾക്ക് എയർപോർട്ട് വേണമെന്ന്. ആ മനുഷ്യന്റെ ദീർഘവീക്ഷണമാണത്. ആ മനുഷ്യൻ ഏക്കറക്കണക്കിന് സമ്പത്തുള്ള, വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ച ധനാഢ്യനായിരുന്നു അദ്ദേഹം. മരിക്കാൻ സമയത്ത് കട്ടിലിൽ കിടക്കുമ്പോൾ തൻ്റെ ബന്ധുക്കളൊക്കെ തൊട്ടടുത്തേക്ക് വിളിച്ച് ഒരു പൊതി ബന്ധുക്കളെ ഏൽപ്പിച്ച് സീതി സാഹിബ് പറയുന്നുണ്ട്, എൻ്റെ അവസാനത്തെ സമ്പാദ്യമാണ്. നിങ്ങളിത് എൻ്റെ മരണശേഷം എനിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കണം. ഇത് തന്നെയാണ് നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്. ബാക്കി എല്ലാ സമ്പത്തും ഞാൻ സമൂഹത്തിന് നൽകിയിരിക്കുന്നു. എൻ്റെ കയ്യിൽ നയാ പൈസ ബാക്കിയില്ല. അവസാനത്തെ സമ്പാദ്യം കൊണ്ടുപോയിട്ട് പൊളിച്ചു നോക്കി ബന്ധുക്കൾ. കതിർ കൊണ്ട് നിർമ്മിച്ച 3 കഷ്ണം കഫംപുടയായിരുന്നു. രാഷ്ട്രസ്നേഹവും അതിലുണ്ടായിരുന്നു. കതിറുകൊണ്ട് നിർമ്മിച്ച 3 കഷ്ണം കഫംപുട അവസാനമായിട്ട് തൻ്റെ ബന്ധുക്കളുടെ കയ്യിലേൽപ്പിച്ച്, ഈ തുണിക്കഷ്ണത്തിൽ നിങ്ങൾ എന്നെ പൊതിഞ്ഞ് ഖബറിലേക്ക് ഇറക്കി വെക്കണം എൻ്റെ അവസാന ഘട്ടത്തിൽ എന്ന് പറയുന്ന നേതാവാണ് സീതി സാഹിബ്. ആ മനുഷ്യന്റെ സമ്പത്ത് മുഴുവൻ ബിസിനസ് നടത്തിയിട്ട് പൊളിഞ്ഞതല്ല, കൊടുത്തതാണ്. ഒരു പിതാവ് നിയ്യത്ത് വെക്കുകയാണ്. എന്താ നിയ്യത്ത്? ജീവിതകാലം മുഴുവൻ ഞങ്ങൾ സാധാരണക്കാരായ മനുഷ്യരുടെ കൂടെ ഈ ജീവിതം ജീവിച്ചു തീർക്കും, ഞാനും എൻ്റെ മക്കളും എന്ന്. ആ ബാപ്പാന്റെ പേരാണ് പാണക്കാട്ടെ PMSA പൂക്കോയ തങ്ങൾ. ഇവിടുത്തെ കാരണവന്മാർക്കറിയാം. അതറിയാം. അവരുടെ മക്കളും അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഏത് പാതിരാക്കി ചെന്നാലും പാണക്കാട്ടെ വീടിന്റെ കവാടം ഇപ്പോഴും തുറന്നു കിടക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിയെ കാണാൻ, ഒരു മന്ത്രിയെ കാണാൻ എത്ര പ്രയാസപ്പെടണം. പക്ഷെ ആർക്കും പോയി കാണാവുന്ന വിധത്തെ ആ വാതിൽ തുറന്നു വെച്ചത് ഒരു ബാപ്പാന്റെ നീയത്താണ്. നീയത്ത് മക്കളെ പഠിപ്പിച്ച് വലിയ ഉന്നത സ്ഥാനത്ത് എത്തിക്കണം എന്നൊന്നുമല്ലായിരുന്നു. ആ നീയത്ത് എന്തെന്ന് ചോദിച്ചാൽ സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടി ശിഷ്ടകാലം ജീവിക്കണം എന്നായിരുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതാണ് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയം. അതുകൊണ്ട് ഇപ്പോഴും ജനങ്ങൾ വിശ്വസിക്കുന്നു. ഞാനൊരു ഉദാഹരണം കൂടി പറയാം. വയനാട് ദുരന്തം ഉണ്ടായി, 2 വാർഡ് ഒന്നായിട്ട് ഒലിച്ചുപോയി. ഇപ്പോഴും ഭൂമിക്കടിയിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ടോ എന്ന് തിരയുന്ന മനുഷ്യരുണ്ടവിടെ. ഇപ്പോഴും കിട്ടിയിട്ടില്ല. കയ്യോ കാലയെങ്കിലും ഒന്ന് കിട്ടിയെങ്കിൽ എന്ന് കരുതുന്ന മനുഷ്യരുണ്ടവിടെ, കിട്ടിയിട്ടില്ല.
ആ ദുരന്തമുണ്ടായതിൻ്റെ പിറ്റേ ദിവസം പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പാണക്കാട്ടെ വീട്ടിലിരുന്ന് നടത്തിയ ഒരു ആഹ്വാനമുണ്ട്. നമ്മളൊരു ആപ്ലിക്കേഷൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ആ ആപ്ലിക്കേഷനിൽ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റിക്ക് സംഭാവന തരണം. ആ സംഭാവന കൊണ്ട് നമുക്ക് വയനാട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്ര ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ചെയ്യണം. ഇതായിരുന്നു അത്. നമ്മൾ വാർഡ് കമ്മിറ്റി യോഗം കൂടിയില്ല, പഞ്ചായത്ത് കമ്മിറ്റി യോഗം കൂടിയില്ല, ജില്ലാ കമ്മിറ്റി യോഗം കൂടിയില്ല, ഗൃഹസമ്പർക്ക പരിപാടി നടത്തിയില്ല, ഒന്നും ചെയ്തില്ല. ഒരൊറ്റ ആഹ്വാനം. MSFന്റെ സംസ്ഥാന പ്രസിഡന്റ് നവാസ് സാഹിബും വന്നു. ഇപ്പോൾ വേദി സമ്പന്നമായി, ഞാൻ ഇനി കൂടുതൽ സംസാരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരൊറ്റ ആഹ്വാനമാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കൊടുത്തത്. 36 കോടി രൂപയാണ് കേരളം ആ ഫണ്ടിലേക്ക് അയച്ചത്. എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് ഈ ആപ്ലിക്കേഷൻ ചെയ്ത ടെക്നിക്കൽ ടീമും യൂത്ത് ലീഗിൻ്റെ അവരെ കൊണ്ട് തന്നെ ഞങ്ങളൊരു ആപ്ലിക്കേഷൻ ചെയ്യിച്ചിരുന്നു. ആ ആപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടി അവരുടെ ഓഫീസിൽ പോയപ്പോൾ അവരിത് സംഭാവന കൊടുത്തവരുടെ പ്രിൻ്റ് എടുത്ത് വച്ചിട്ടുണ്ട്. ഞാൻ ആ പ്രിൻ്റിലെ ഏതാനും പേജ് വായിച്ചു നോക്കിയപ്പോൾ അതിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന കൊടുത്തത് മുസ്ലിങ്ങളെക്കാളേറെ ഇതര മതസ്ഥരാണ്. നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നോക്കിയാൽ മനസ്സിലാവും. അതിൽ സിനിമാ നടന്മാരുണ്ട്, നാടക കലാകാരന്മാരുണ്ട്, വലിയ വ്യവസായികളുണ്ട്. എന്നാലോചിച്ച് നോക്കണം. കേരളം ഒന്നടങ്കം അതിലേക്ക് സംഭാവന അയച്ചിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ പിന്നിൽ? ഈ സാദിഖ് അലി തങ്ങളുടെ ആഹ്വാനം കേട്ടപ്പോൾ അതിലേക്ക് പാർട്ടി ഫണ്ട് കൊടുത്ത് അതിലേക്ക് ഫണ്ട് അയച്ച് കേരളം സാദിഖ് അലി തങ്ങളോട് പറഞ്ഞത് നിങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസമാണ് എന്ന് തന്നെയായിരുന്നു. അതായിരുന്നു പറഞ്ഞിരുന്നത്. അതെന്തുകൊണ്ട് ഈ 75 വർഷക്കാലം നമ്മൾ നിലനിർത്തിയിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള വിശുദ്ധിയാണ്. പിന്നെ എതിർപ്പ്, പ്രയാസങ്ങൾ, സ്വഭാവഹത്യ ഇങ്ങനെ കണ്ടാൽ പോരാ, ഇതിലേറെ വരും. അതിലൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. കാരണം അങ്ങനെയൊക്കെ ആരൊക്കെയോ ഈ ലോകത്തെ പകുത്തെടുത്ത് അങ്ങനെയൊക്കെ നിർമ്മിച്ച് വെച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഒരു രാഷ്ട്രീയമുണ്ട്. ഇപ്പം നിങ്ങളിവിടെ സേവനാത്മകമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞു. നാളെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വോട്ട് ചോദിക്കാൻ വേണ്ടി പോകുമ്പോൾ അവരാണല്ലോ എൻ്റെ മുന്നിലിരിക്കുന്നത്. ഈ നാട്ടിലെ ആൾക്കാർ ചോദിക്കോ നിങ്ങളോട് വോട്ടൊക്കെ ചെയ്യാൻ വരട്ടെ, നിങ്ങൾക്ക് എത്ര ഡയാലിസിസ് സെൻ്റർ ഉണ്ട്, നിങ്ങൾക്ക് എത്ര ആംബുലൻസ് ഉണ്ട്, ആ ഡയാലിസിസ് സെൻ്ററിൽ എത്ര മെഷീൻ ഉണ്ട്, ഈ കഴിഞ്ഞ റമദാനിൽ കിറ്റ് കൊടുത്തിരുന്നോ എന്ന് ചോദിക്കോ? പെൻഷൻ കിട്ടിയില്ല, റോഡ് നന്നാക്കിയില്ല, കുടിവെള്ളം കിട്ടിയില്ല, അങ്ങനെ പല പരാതിയും പറഞ്ഞേക്കാം. നിങ്ങൾക്ക് എത്ര ഡയാലിസിസ് സെൻ്റർ ഉണ്ടെന്ന് ചോദിക്കോ? പക്ഷേ ആ ചോദ്യം പ്രതീക്ഷിച്ചിട്ടല്ല നമ്മൾ കോടിക്കണക്കിന് രൂപ എപ്പോഴും മനുഷ്യന്മാരുടെ കയ്യിൽ നിന്ന് പിരിച്ചെടുത്ത് 100 കണക്കിന് രോഗികൾക്ക് ഡയാലിസിസ് സെൻ്റർ നടത്തും. ഞാൻ ഒരു ഡയാലിസിസ് സെൻ്ററിൻ്റെ സ്ഥാപനം കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. ഞാൻ എപ്പോഴും കരുതാറുണ്ട്, ലീഗ് ഈ ഒരു സേവനാത്മക വഴിയിലേക്ക് നീങ്ങിയിട്ടില്ലായിരുന്നെങ്കിൽ ഒരിറ്റ് ശ്വാസത്തിന് വേണ്ടി കെഞ്ചുന്ന മനുഷ്യന്മാരെ നമുക്കിവിടെ കാണാമായിരുന്നു എന്ന്. കാരണം ഡയാലിസിസ് ചെയ്യുന്നവരുടെ ബന്ധുക്കളോ എൻ്റെ സംസാരം കേൾക്കുന്നുണ്ടാകാം. ഒരു ദിവസത്തെ ഡയാലിസിസ് മുടങ്ങിയാൽ ആ രോഗി അനുഭവിക്കുന്ന പ്രതിസന്ധിയുടെ ആഴം എത്രയാണെന്ന് നിങ്ങൾക്ക് ആ രോഗം വന്നവർ നിങ്ങളുടെ ബന്ധുക്കളായിട്ടോ വീട്ടിൻ്റെ അയൽവാസിയായിട്ടോ ബന്ധു വീടുകളിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും, ഒന്ന് നിരീക്ഷിച്ചാൽ മതി. ഒരിറ്റ് ശ്വാസത്തിന് വേണ്ടി മനുഷ്യൻ കെഞ്ചുമായിരുന്നു. സർക്കാരിൻ്റെ അടുത്ത് ഇതിൽ സംവിധാനമില്ല. 10 ഡയാലിസിസ് മെഷീനാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ളത്. 70-75 മെഷീനാണ് കൊണ്ടോട്ടിയിലെ ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെൻ്ററിൻ്റെ അകത്തുള്ളത്. സർക്കാരിനെയും വെല്ലുന്നൊരു സിസ്റ്റമായിട്ട് അത് വളർന്നത് നാട്ടുകാരെ ചോദ്യം പ്രതീക്ഷിച്ചല്ല. എല്ലാ ഇലക്ഷനും കഴിയുമ്പോൾ ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റിക്ക് ഇലക്ഷൻ കമ്മീഷന് ഒരു റിപ്പോർട്ട് കൊടുക്കണം. ഒറ്റ ചോദ്യം ഇലക്ഷൻ കമ്മീഷൻ്റേതുള്ളൂ, നിങ്ങൾക്ക് എത്ര ശതമാനം വോട്ട് കിട്ടി? ഒറ്റ ഉത്തരേ പറയേണ്ടതുള്ളൂ, ഞങ്ങൾക്ക് ഇത്ര ശതമാനം വോട്ട് കിട്ടി. ഇലക്ഷൻ കമ്മീഷൻ നിശ്ചയിച്ച ശതമാനത്തിലും കുറഞ്ഞാൽ അംഗീകാരം പോവും, പാർട്ടിക്ക് അംഗീകാരം നഷ്ടപ്പെടും. അത് ശതമാനം നോക്കണം. നിങ്ങൾ ഈ ചെറിയ പാർട്ടിക്കാരൊക്കെ ഇവിടെ വന്നിട്ട് മത്സരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ കരുതാറുണ്ട്, എന്തിനാണ് തോൽക്കുന്ന ഉറപ്പായിട്ടും ഈ പണം മുടക്കിയിട്ട് മത്സരിക്കുന്നത്? അത് മൊത്തത്തിലെ വോട്ട് നോക്കിയിട്ട് ശതമാനം കണക്കാക്കി അംഗീകാരം പോകാതൊക്കെ ഉള്ള പണിയാണ്. അതിന് നിങ്ങളെ വോട്ട് തട്ടാൻ വരികയാണ്. അത് ജയിക്കൂല എന്ന് ഈ മത്സരിക്കുന്നവർക്ക് തന്നെ അറിയാം. അതൊരു അതിനൊരു ഇലക്ഷൻ കമ്മീഷൻ്റെ നിശ്ചിത ശതമാനത്തിലേക്ക് വോട്ടിംഗ് നില എല്ലാം കൂടി കൂട്ടിയിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ലീഗിനോടും സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ പിന്നെ ഒറ്റ ചോദ്യം ചോദിക്കുള്ളൂ, എത്ര ശതമാനം വോട്ട്? ഇത്ര ശതമാനം വോട്ട് കിട്ടി.
അല്ലാതെ നിങ്ങൾക്ക് എത്ര ഡയാലിസിസ് സെന്റർ ഉണ്ട് എന്ന് ഇലക്ഷൻ കമ്മീഷൻ ചോദിക്കൂല. നിങ്ങൾ എത്ര ആൾക്കാർക്ക് പിന്നെ കിറ്റ് കൊടുത്തു എന്ന് ഇലക്ഷൻ കമ്മീഷൻ ചോദിക്കൂല. ലീഗ് ഇലക്ഷൻ കമ്മീഷന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ വോട്ടിന്റെ ശതമാനം കൂട്ടുകയല്ല ചെയ്തത്. ലീഗ് അതിന്റെ ദൗത്യം നിർബാധം തുടരുകയാണ് ചെയ്തത് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് ബൈത്തുർ റഹ്മ ഉണ്ടാക്കിയത്. ബൈത്തുർ റഹ്മ ലീഗ് മലപ്പുറത്ത് ഉണ്ടാക്കുമ്പോൾ കണ്ണൂരിൽ മനുഷ്യന്റെ തല മൂരുകയാണ് CPM. അപ്പൊ അവർ തല ഛേദിക്കാൻ വാളിന് മൂർച്ച കൂട്ടുമ്പോൾ നമ്മൾ തല ചായ്ക്കാൻ വീടുണ്ടാക്കുകയാണ്. രണ്ട് രാഷ്ട്രീയമാണ്. ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുകയാണ്. സേവനാത്മകമായൊരു രാഷ്ട്രീയം, വിശുദ്ധിയുടെ ഒരു രാഷ്ട്രീയം, നേരിൻ്റെ ഒരു രാഷ്ട്രീയം, രാജ്യനന്മക്കൊപ്പം നിൽക്കുന്നൊരു രാഷ്ട്രീയം. ഇന്ന് ഞാൻ പോരുമ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ET മുഹമ്മദ് ബഷീറിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ടുകൊണ്ടാണ് വന്നത്. CH അന്ന് പറഞ്ഞതാണ്. അദ്ദേഹം ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് വിദേശത്തേക്ക് അയക്കുന്ന പ്രതിനിധികളുടെ കൂട്ടത്തിൽ ബഷീർ സാഹിബുമുണ്ട്. ചൈനയുമായി ബന്ധപ്പെട്ട വിഷയം ചോദിച്ചപ്പോൾ പറഞ്ഞു, സൗദി അറേബ്യ വരെ ഇന്ത്യക്കെതിരെ വന്നാലും ഞങ്ങൾ ഇന്ത്യക്കൊപ്പം നിന്ന് ആ സൗദിക്കെതിരെ പോരാടുമെന്ന് ഇപ്പോൾ ET പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കാറിൽ ഇരുന്ന് കേട്ടുകൊണ്ടാണ് ഞാൻ വന്നത്. ഇത് നേരത്തെ CH മുഹമ്മദ് കോയ സാഹിബ് പറഞ്ഞതാണ്. ഇരു ഹറമുകളും നിൽക്കുന്ന സൗദി അറേബ്യ പോലും എൻ്റെ രാജ്യത്തിനെതിരെ വന്നാൽ ആ രാജ്യത്തോട് യുദ്ധം ചെയ്യാൻ ഞങ്ങൾ മുന്നിലുണ്ടാകുമെന്ന് പറഞ്ഞ CH മുഹമ്മദ് കോയ സാഹിബിന്റെ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ രണ്ടാളും മുസ്ലിങ്ങളാണ്, രണ്ടാളും സുഹൃത്തുക്കളാണ്, രണ്ടാളും സ്വകാര്യമായിട്ട് പറയുന്നത് മൂന്നാമതൊരാൾ കേൾക്കുന്നു പോലുമില്ല. വർഗീയത പറയരുത്. വർഗീയത പറയുന്നവനും വർഗീയത പ്രവർത്തിക്കുന്നവനും എന്നിൽപ്പെട്ടവനല്ലെന്ന റസൂലുള്ളയുടെ വാക്കിന്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഭൂമിയിൽ മരണം വരെ ജീവിക്കേണ്ടവരാണ് നമ്മൾ. ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. ഈ കൊച്ചു ഗ്രാമത്തിൽ കുറേ മനുഷ്യർ രാവിലെ കൃഷിക്ക് പോയി. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഒരു കൂട്ടി വെച്ചുണ്ടാക്കിയ ഓഫീസാണത്. ആ ഓഫീസിലേക്ക് തങ്ങൾ തറക്കല്ലിടാൻ വന്നത് തങ്ങൾ യാത്ര ചെയ്യുന്ന കാറിൽ ഇരുന്നു കൊണ്ട് ഇവിടെ വരെ വന്നിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ചിലപ്പോൾ ഇതൊരു ഇടവഴിയായിരിക്കും, അല്ലെങ്കിൽ കല്ലും മുള്ളും നിറഞ്ഞ പാതയായിരിക്കും. ഈ നാട്ടിൽ ഈ ഇടവഴി ഉണ്ടാക്കുക എന്നുള്ളത് വലിയൊരു വിപ്ലവമായിരുന്നു. വിസ്മരിക്കണ്ട. നാഷണൽ ഹൈവേയും അതുപോലെ തന്നെ BOT റോഡുകളും PMMC റോഡുകളും ഒക്കെ കണ്ട് മടുത്തുപോയ നിങ്ങളോട് ഞാൻ പറയുന്നു, ഇടവഴി ഉണ്ടാക്കുന്നത് ഒരു വലിയ വിപ്ലവമായിരുന്നു. കാരണം അവിടെ നിങ്ങോട്ട് ഒരാൾ നടന്നു വന്നാൽ ഇവിടുന്ന് ഒരാൾക്ക് അങ്ങോട്ട് കടന്നു പോകണമെങ്കിൽ ചെരിഞ്ഞു നിന്ന് കൊടുക്കണം. മാത്രമല്ല വെളിച്ചം എന്തെങ്കിലും നട്ടുച്ചക്ക് യാത്ര ചെയ്യാൻ പോകുമ്പോഴും കയ്യിൽ കരുതണം. ആ ഇടവഴികൾ ഒരു വിപ്ലവമായിരുന്നു. ആ ഇടവഴികൾ നിങ്ങൾക്ക് അവരുണ്ടാക്കി തന്നതുകൊണ്ടാണ്. അത് ചെമ്മൻ പാതയാക്കി പിന്നീട് അവർ മരിച്ചു പോകുന്നതിന് മുമ്പ് അത് ചെമ്മൻ പാതയാക്കി തന്നതുകൊണ്ടാണ് ആ റോട്ടിലേക്ക് ദാരിടാനുള്ള ഫണ്ട് വെക്കാൻ നമുക്ക് കഴിഞ്ഞത്. എന്ന മനുഷ്യർ 1976 ഇവിടെ പാണക്കാട്ടെ തങ്ങളെ കൊണ്ടുവന്ന് ആ നിൽക്കുന്ന ഓഫീസിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുമ്പോൾ 50 കൊല്ലം മുമ്പ് ഈ നാടിന്റെ അവസ്ഥ നിങ്ങളൊന്ന് പരിശോധിക്കുന്ന നന്നായിരിക്കും. വളർച്ചയുടെ ഒരു അടയാളമായി പാണക്കാട്ടെ പൂക്കോയ തങ്ങളുടെ പേരിലുള്ള ആ സൗധം നിങ്ങളുടെ മക്കൾക്കും കാണാൻ വലുപ്പത്തിൽ അവിടെ നിലകൊള്ളുന്നത് ഒരു ചരിത്രത്തിന്റെ തിരുശേഷിപ്പ് കൂടിയാണെന്നും അതിനെ നവീകരിച്ച് ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ച ഇതിന്റെ കമ്മിറ്റിയെ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ടും എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.